എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പല തട്ടുകളിലായിട്ട് കോൺഗ്രസ് നേതൃത്വം തിരിഞ്ഞിരിക്കുകയല്ലേ? ഒന്ന് നോക്കൂ, മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും രണ്ടു പക്ഷത്ത് നിൽക്കുന്ന കാഴ്ച. രമേശ് ചെന്നിത്തലയാണ് സീനിയർ എന്ന് പ്രേക്ഷകർക്കറിയാം. കഴിഞ്ഞ നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നു, AICCയുടെ പ്രവർത്തക സമിതി അംഗം, അതേപോലെ AICC ജനറൽ സെക്രട്ടറി പദവികളിലെല്ലാം എത്തിയ രമേശ് ചെന്നിത്തല വിവിധ സഭാ നേതാക്കളും സമുദായ സംഘടനകളുമായി നല്ല ആരോഗ്യകരമായ ബന്ധം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. NSSന്റെ പെരുന്നയിലുള്ള ചടങ്ങിൽ പങ്കെടുത്തത്, മന്നം സ്മാരക ദിനത്തിൽ പോയി പ്രസംഗിച്ചത്, അതേപോലെ വൈക്കത്ത് SNDPയുമായി ബന്ധപ്പെട്ട പദയാത്രയിൽ അദ്ദേഹം പങ്കെടുത്തത്, സമസ്തയുടെ 2 പരിപാടികളിൽ പങ്കെടുത്തത്, സഭാ നേതൃത്വവുമായും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രമേശ് ചെന്നിത്തല ആ അർത്ഥത്തിൽ സഭാ നേതാക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും പിന്തുണ ആർജിച്ചു. അതേസമയം മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കാനിരുന്ന വി.ഡി. സതീശൻ്റെ ആ സാധ്യതയും അടഞ്ഞു എന്നതാണ് മറുഭാഗത്ത്. എന്നാൽ വി.ഡി. സതീശൻ തങ്ങൾക്കൊപ്പമുള്ള യുവ നേതാക്കളെ ഒപ്പം കൂട്ടുന്നുവെന്നൊരു പ്രതീതി ജനിപ്പിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിലുണ്ടോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ വി.ഡി. സതീശന് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു സാധ്യതയുണ്ടെങ്കിലും ഒരു ടേം ആഗ്രഹിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല എന്നുള്ളത് നിശ്ചയമാണ്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഇനി ഇതിൽ ചിത്രത്തിൽ ഉൾപ്പെടുത്താത്ത ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് KC വേണുഗോപാലും മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നവരായിട്ടുണ്ട്. KPCC അധ്യക്ഷൻ K. സുധാകരൻ മാത്രമാണ് താൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി നിലവിൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നേതൃമാറ്റത്തെ സംബന്ധിച്ചും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. K. സുധാകരനെ മാറ്റേണ്ടതുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വി.ഡി. സതീശൻ പറയുന്നുണ്ട് മാറ്റേണ്ടതുണ്ട്. പക്ഷേ K. സുധാകരൻ പറയുന്നു തന്നെ അപമാനിച്ചിറക്കി വിടാനാണെങ്കിൽ അത് സഹിക്കില്ല. എന്നാൽ ആരായിരിക്കണം K. സുധാകരനെ റീപ്ലേസ് ചെയ്യേണ്ടത്? പകരം തനകോലു പറയുന്നത് പല സാധ്യതകൾ. ബെന്നി ബെഹനാന്റെ പേര് കേൾക്കുന്നു, കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് കേൾക്കുന്നു, അടൂർ പ്രകാശിന്റെ പേര് കേൾക്കുന്നു, ഒരു വേള റോജി എം ജോണിന്റെ പേര് വരെ പരാമർശിക്കപ്പെട്ടിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഈ പേരുകളൊന്നും തന്നെ പൊതുവെ കോൺഗ്രസിൽ അംഗീകരിക്കപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. നേതൃമാറ്റത്തിനു വേണ്ടി ദീപാദാസ് മുൻഷി ഓരോ നേതാക്കളോടും സംസാരിക്കേണ്ടി വരുന്ന ഗതികേടിലാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നേതൃമാറ്റത്തെ ചൊല്ലിയും കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സംഘടന അച്ചടക്കത്തിന്റെ പേരിലാണ് ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ AP അനിൽകുമാർ, KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്ന ശൂരനാട് രാജശേഖരൻ എന്നിവർ വി.ഡി. സതീശനെ ശരിക്കും പറഞ്ഞാൽ നിശബ്ദമാക്കി കളഞ്ഞു. അവിടെ തൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വിശദീകരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. എങ്ങനെയാണ് 63 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയുക? A കാറ്റഗറിയിൽ നിശ്ചയമായും വിജയം ഉറപ്പുള്ള സിറ്റിംഗ് മണ്ഡലങ്ങൾ, B കാറ്റഗറിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്ന സാധ്യതയുള്ള മണ്ഡലങ്ങൾ 42, അതുകൂടാതെ C കാറ്റഗറിയിൽ പറ്റ ടഫസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസി. ഓരോ കാറ്റഗറിയിലും ഓരോ തന്ത്രം ആവിഷ്കരിക്കാനായിരുന്നു വി.ഡി. സതീശൻ്റെ ശ്രമം. പക്ഷേ അത് വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതാരു പറഞ്ഞു നടത്തിയ സർവേ എന്ന മട്ടിൽ AP അനിൽകുമാർ പ്രതികരിക്കുന്നു. അതിനെ തുടർന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ വി.ഡി. സതീശൻ നിശബ്ദനായിത്തീരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇനി നോക്കൂ, ഒരു നവഗ്രൂപ്പിസം കോൺഗ്രസിൽ രൂപപ്പെട്ടതായിട്ട് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. നിലവിൽ തനിക്കൊപ്പം മറ്റാരെയും കൂട്ടാതെ ഒറ്റയാനായി നിൽക്കുന്നു K. മുരളീധരൻ. ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ നിശബ്ദമായ പിന്തുണ അറിയിക്കുന്നു KC ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ബെന്നി ബെഹനാനും അടക്കമുള്ള നേതാക്കൾ. കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും ഒരു വിഭാഗം അബിൻ വർക്കി അടക്കമുള്ള ചെറുപ്പക്കാരും രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. മറുഭാഗത്ത് വി.ഡി. സതീശനോടൊപ്പം ഷാഫി പറമ്പിലും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും നിൽക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. വളരെ കുറച്ച് നേതാക്കൾ മാത്രം വി.ഡി. സതീശനോടൊപ്പം നിലയുറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ പരമ്പരാഗതമായ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് സംവിധാനങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു നവഗ്രൂപ്പിസം കോൺഗ്രസിൽ രൂപപ്പെടുന്നു. പക്ഷേ നവഗ്രൂപ്പിസത്തിൽ രമേശ് ചെന്നിത്തലയും ഒരു പവർഫുള്ളായ ലീഡറായിട്ട് എമേർജ് ചെയ്യുന്നുവെന്ന് പ്രതീതി ഉണ്ടാവുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മോശമല്ലാത്ത പ്രകടനം വി.ഡി. സതീശനും കാഴ്ചവെക്കുന്നു. പക്ഷേ കോൺഗ്രസിൽ ഒരു പൊതുസമ്മതനാകാൻ വി.ഡി. സതീശനും കഴിയുന്നില്ല. ഇതിനിടയിലാണ് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ നേരിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നടത്തുന്ന ഇടപെടലുകളും. ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ വന്ന് നിൽക്കുന്ന സമയമാണ്. അതിനു മുൻപ് നവഗ്രൂപ്പിസം ശക്തമായി കോൺഗ്രസിന് അനുകൂലമായ വിധത്തിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. പ്രിയപ്പെട്ടവരെ, ഇതാണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്.